സ്റ്റുഡൻസ് ഫേസ് ചെയ്യുന്ന അല്ലെങ്കിൽ ട്രെയിനിങ് ചെയ്യുന്ന ആൾക്കാർ ഫേസ് ചെയ്യുന്ന ചാലഞ്ചസ് എന്തൊക്കെയാണ്? ചലഞ്ചസ് എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ സ്റ്റുഡൻസിൽ ഏറ്റവും കൂടുതൽ തോന്നിയിട്ടുള്ളത് അവിടെ സൈക്കോളജി മൈൻഡ് സെറ്റ്. കാരണം അവർ നല്ലൊരു സ്ട്രാറ്റജി അല്ലെങ്കിൽ നല്ലൊരു സ്കില്ലുണ്ടെങ്കിലേ നമുക്ക് മണി മേക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ആ സ്കില്ലാണ് ഫസ്റ്റ് ഡെവലപ്പ് ചെയ്യേണ്ടത്. അപ്പോൾ ഫസ്റ്റ് ഇനിഷ്യലി വരുന്നവർക്ക് തന്നെ സ്കില്ല് ഡെവലപ്പ് ചെയ്യാനായിരിക്കില്ല താല്പര്യം. ഫസ്റ്റിൽ അവർക്ക് അതിൻ്റെ അകത്തുനിന്ന് എങ്ങനെ എത്രയും എമൗണ്ട് ഉണ്ടാക്കാം എന്നുള്ളൊരു തോട്ട് പ്രോസസ്സിലായിരിക്കും അവർ വരുന്നത്. അപ്പം അങ്ങനെ തോട്ട് പ്രോസസ്സിൽ വരുന്നവർക്ക് അവരുടെ സൈക്കോളജി സെറ്റ് ആവില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് ഈ സ്കില്ല് ഡെവലപ്പ് ചെയ്യുന്നതിനോട് അവർക്ക് വളരെ താല്പര്യമില്ലായ്മയും എങ്ങനെ പ്രോഫിറ്റ് എടുത്ത് നമുക്ക് ഈ മാസം അതെങ്ങനെ വിഡ്രോ ചെയ്യാമെന്നായിരിക്കും അവരുടെ ഫസ്റ്റ് തോട്ട് പ്രോസസ്സ്. അങ്ങനെ വരുന്ന ആൾക്കാർക്ക് ആർക്കും തന്നെ ആക്ച്വലി ഇതിൻ്റെ അകത്തൊരു നിലനിൽപ്പ് ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ആദ്യം നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ സ്കില്ല് തന്നെ പഠിക്കണം. അതായത് ഇത് എങ്ങനെ നമുക്ക് നമ്മുടേതായ രീതിക്ക് വർക്കൗട്ട് ചെയ്തെടുക്കാം എന്നുള്ളൊരു സ്കില്ല് ഡെവലപ്പ് ചെയ്താൽ മാത്രമേ പിന്നെ അതിനെങ്ങനെ ആ മണി എങ്ങനെ മാനേജ് ചെയ്യാൻ എന്നുള്ളത് അവർക്ക് പഠിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ചുരുക്കി പറഞ്ഞാൽ ഒരു ഡിസിപ്ലിൻഡ് അപ്രോച്ച് മാത്രമല്ല, ഡിസിപ്ലിൻഡ് അപ്രോച്ച് വിത്ത് ലിമിറ്റ് എന്നുള്ളതാണ്. ലിമിറ്റ്, അതെ, ആ ലിമിറ്റ് വേണം. കാരണം നമ്മൾ എൻ്റെ അടുത്ത് ഫസ്റ്റ് വന്ന് ക്ലാസ് എടുക്കാനായിട്ട് വരുന്ന സ്റ്റുഡൻസ് ഫസ്റ്റ് ചോദിക്കുന്നത് എനിക്ക് ഇത്ര ഇട്ടാൽ ഇത്ര കിട്ടുമോ എന്നാണ് ചോദിക്കുന്നത്. 10,000 ഇട്ടാൽ 1,00,000 രൂപ കിട്ടുമോ, 1,00,000 രൂപ ഇട്ടാൽ 10,00,000 രൂപ കിട്ടുമോ എന്നാണ് ചോദിക്കുന്നത്. അത് പോസിബിൾ. അപ്പോൾ ആദ്യമേ നിങ്ങൾ ട്രെയിനിങ്ങിന് എടുക്കുമ്പോൾ അത് പറയുന്നുണ്ട്, അതിന് മുമ്പ് പറയുമോ അതോ ട്രെയിനിങ്ങിന് എടുത്തതിന് ശേഷമാണ് പറയുക? ഇല്ല, ഞാൻ ആദ്യമേ എനിക്ക് ഇങ്ങനെ ഒരു അപ്രോച്ച് വരുന്നവരുടെ എനിക്ക് മൈൻഡ് സെറ്റ് മനസ്സിലാവും. അപ്പം ഞാൻ ആദ്യമേ പറയും, നിങ്ങളുടെ സൈക്കോളജി സെറ്റല്ല, ഈ ഒരു സൈക്കോളജി ആയിട്ടാണ് നിങ്ങൾ മുന്നോട്ട് വരുന്നതെങ്കിൽ ഞാൻ എൻ്റെ സമയവും വേസ്റ്റാണ്, നിങ്ങളുടെ സമയവും വേസ്റ്റാണ്. സോ അത് അങ്ങനെ ഒരു അപ്രോച്ചുമായിട്ട് നമ്മൾക്ക് വന്നിട്ട് യാതൊരു കാര്യമില്ല. പിന്നെ നിങ്ങൾക്ക് അത്രയും ലക്ഷങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ ലക്ഷങ്ങൾ തന്നെ ഇൻവെസ്റ്റ് ചെയ്യണം. പഠിക്കാൻ വരുന്ന ടൈം തന്നെ ഞങ്ങൾ എൻക്വയറി വരുന്ന സമയത്ത് തന്നെ ഞങ്ങൾ ആദ്യം ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ആക്ച്വലി എന്താണ് നിങ്ങളുടെ എയിം, ഇല്ലെന്നുണ്ടെങ്കിൽ എന്തിനാണ് ട്രേഡിങ്ങിനകത്തോട്ട് വന്നത്. സോ ഇതിൻ്റെ ഉത്തരം എങ്ങനെയായിരിക്കുമോ എന്നിട്ട് ഞങ്ങൾ ആ സ്റ്റുഡൻറ്റിനെ ഞങ്ങൾ നെക്സ്റ്റ് ട്രെയിനകത്തോട് ആഡ് ചെയ്യും. കാരണം ഞങ്ങൾ 1-to-1 സെക്ഷൻ എടുക്കുന്നവരാണ്. ഞങ്ങൾക്ക് ഇങ്ങനെ ഒരുപാട് പേരെ ഇങ്ങനെ മാസീവായിട്ട് ക്ലാസ്സിൽ ഇരുത്തണം എന്ന് യാതൊരു താല്പര്യമില്ല. ഞങ്ങൾക്ക് വരുന്ന ഒരാളാണെങ്കിലും അതിൻ്റെ അകത്ത് ഇടുന്ന എഫേർട്ട് കറക്റ്റായിട്ട് ഇടാൻ താല്പര്യമുള്ളവർ. ഈ എയിം ചോദിക്കുമ്പോഴത്തേക്കും എസ്പെഷ്യലി ഒരു ഫിനാൻഷ്യൽ ഗോളാണ് ചോദിക്കുന്നത്. ഫിനാൻഷ്യൽ ഗോളല്ല, ലൈക്ക് ട്രേഡിങ്ങിനകത്തോട്ട് വരുന്നതിൻ്റെ മെയിൻ റീസൺ ഓക്കെ, ചില ആൾക്കാർ ഒന്ന് ട്രൈ ചെയ്യാം നോക്കാം എന്ന് പറഞ്ഞ് വരുന്ന ആൾക്കാർക്കും, ചില ആൾക്കാരൊക്കെ ഞാൻ വർഷങ്ങളായിട്ട് സ്ട്രഗിൾ ചെയ്യുവാണ്, ഞാൻ 5 ഇൻസ്റ്റിറ്റ്യൂഷനകത്ത് പോയി പഠിച്ചു, ഞങ്ങൾക്ക് 10 ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയി പഠിച്ച സ്റ്റുഡൻസ് ഉണ്ട്. ആക്ച്വലി 10 ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയി പഠിച്ചിട്ട് ഞാൻ മടുത്തു, ഇതാണ് എൻ്റെ ലാസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞു വന്ന സ്റ്റുഡൻസ് ഉണ്ട്. ലിറ്ററലി ഞങ്ങൾക്ക് അത്രയും ട്രൈ ചെയ്തിട്ടും അയാൾക്കൊന്നും കിട്ടിയില്ല എന്ന് പറയുമ്പോൾ സോ അയാൾ പാഷനേറ്റ് ആണ്, അയാൾ അതിന് വേണ്ടിയിട്ട് നിൽക്കുന്ന ഒരാളാണ്. അങ്ങനെ ഒരാളെ നമ്മൾ പഠിപ്പിച്ച് ഇറക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അയാൾ സക്സസ്ഫുൾ ആയിട്ട് നിൽക്കുന്നതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ സന്തോഷം. ഓക്കെ, ഇപ്പോൾ വരുന്ന നിങ്ങളുടെ എൻക്വയറീസ് വരുന്ന സ്റ്റുഡൻസ് പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ആൾക്കാർ, അവരുടെ ഒരു മൈൻഡ് സെറ്റ്, മെജോറിറ്റി മൈൻഡ് സെറ്റ് ഇപ്പോൾ പറഞ്ഞല്ലോ, ഇനി ഇത് കാണുന്നവർക്കൊരു ധാരണ ഉണ്ടാകാൻ വേണ്ടി ഓക്കെ നിങ്ങളെ അപ്രോച്ച് ചെയ്യണമെങ്കിൽ ഈ മൈൻഡ് സെറ്റോട് പോയിട്ട് കാര്യമില്ല, അല്ലെങ്കിൽ ട്രേഡിങ്ങിനെ അപ്രോച്ച് ചെയ്യണമെങ്കിൽ ഈ മൈൻഡ് സെറ്റോട് കാര്യമില്ല എന്ന് മനസ്സിലായിട്ട് വാട്ട് ഈസ് ദി ഐഡിയൽ മൈൻഡ് സെറ്റ്, എങ്ങനെ വേണം, എങ്ങനെയുള്ള ഒരു അപ്രോച്ചാണ് മൈൻഡ് സെറ്റാണ് ട്രേഡിങ്ങിനെ സംബന്ധിച്ചിട്ട് പഠിക്കാനായിട്ട് വേണ്ടത്? ഒന്നാമത്തെ കാര്യം ഫസ്റ്റ് ഓഫ് ഓൾ ഈ പഠിപ്പിക്കുന്ന സ്കില്ല് അതൊന്ന് ഫസ്റ്റ് ഡെവലപ്പ് ചെയ്യാനുള്ള മൈൻഡ് സെറ്റ് വേണം, പേഷ്യൻസ് വേണം. നമ്മളിപ്പോൾ ഓരോ കാര്യങ്ങൾ പഠിപ്പിക്കും, മീൻസ് നമുക്കൊരു ഈ ഒരു സ്കില്ല് നമ്മളിപ്പോൾ പഠിപ്പിക്കുന്ന ഓരോ കോഴ്സ് ആവട്ടെ സ്കിൽസ് ആവട്ടെ, ഇത് അവർ ആദ്യം അത് വർക്കൗട്ട് ചെയ്തെടുക്കണം. മണി ലേറ്റർ മീൻസ് നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണ്, ഇപ്പോൾ പടം വരയ്ക്കാൻ കഴിവുള്ള ആൾ, അയാൾക്ക് പടം വരയ്ക്കാനുള്ള കഴിവ് സ്കില്ല് ഉണ്ടാക്കി എടുത്താലല്ലേ അതിൽ നിന്ന് അയാൾക്ക് ഏർണിങ്സ് ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. ബിസിനസ്സും അങ്ങനെയാണല്ലോ, ഫസ്റ്റ് നമ്മൾ ആ ബിസിനസ്സിനെ കുറിച്ച് നന്നായിട്ട് സ്റ്റഡി ചെയ്യണം, എന്നിട്ടല്ലേ നമുക്ക് അതിൻ്റെ അകത്ത് ഇറങ്ങാൻ പറ്റത്തുള്ളൂ. അതുപോലെയാണ് ട്രേഡിങ്ങിൻ്റെ അകത്ത് അതിൻ്റെ അകത്തുള്ള സ്കില്ല് എന്താണെന്ന് മനസ്സിലാക്കി എടുക്കുക. ആ സ്കില്ല് പഠിച്ചതിന് ശേഷം അത് വെച്ചിട്ട് വേണം ആ മണി മേക്ക് ചെയ്യാൻ. അല്ലാണ്ട് ഇനിഷ്യലി എനിക്ക് മണി മേക്കിംഗ് ആണ് എൻ്റെ ഫസ്റ്റ് പ്രോസസ്സ് എന്ന് പറഞ്ഞ് വന്ന് അപ്പം തന്നെ അതിൻ്റെ അകത്തുനിന്ന് നമ്മൾ ഔട്ടാണ് ട്രേഡിങ് ചെയ്യുന്നത്. അതാണ് അതിൻ്റെ അകത്തുനിന്ന് ആരും നിലനിൽക്കാതെ ട്രേഡിംഗ് എന്ന് പറയുമ്പോഴേ കംപ്ലീറ്റ് നെഗറ്റീവ്സ് വരുന്നതിൻ്റെ മെയിൻ റീസണേ ഫസ്റ്റ് മണി മോട്ടീവാണ്. മണി ഡിഗ് ചെയ്തെടുക്കാം എന്നാണ് അവരുടെ ഒരു വിചാരം. അതെ, എൻ്റെ അടുത്ത് അങ്ങനെ എൻ്റെ അടുത്ത് വരുന്ന സ്റ്റുഡൻസ് ചേച്ചി ഞാൻ പണ്ട് വിചാരിച്ചിട്ടുണ്ട് ട്രേഡ് ചെയ്ത് റോൾസ് റോയ്സ് അങ്ങനത്തെ വലിയ വീട് ഇങ്ങനെയൊക്കെ വാങ്ങാം എന്നുള്ളൊരു തോട്ട് പ്രോസസ്സാണ്. പക്ഷെ അവർക്ക് ഇതിൽ നിന്ന് വരുമ്പോൾ തന്നെ മനസ്സിലാവും അത് ആ ഒരു അത്രയും എത്തണമെങ്കിൽ ആക്ച്വലി അങ്ങനെയൊക്കെ ചെയ്യുന്നവർ നമ്മൾ ഇൻസ്റ്റയിലും അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ കാണാറുണ്ട്. ഭയങ്കര ട്രേഡ് ചെയ്തിട്ട് ഇത്രയും ഭയങ്കര റിച്ച് ലൈഫ് ലീഡ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇത് ലിറ്ററലി ചോദിച്ചവരുണ്ടോ ട്രേഡ് ചെയ്തിട്ട് റോൾസ് റോയ്സ് മേടിക്കാൻ? ഉണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾ നിങ്ങൾക്ക് റോൾസ് റോയ്സ് നിങ്ങൾ ഓടിച്ചു തുടങ്ങി? നിങ്ങൾ അത് അവരോട് പറയാറുണ്ട്? അതെ, അതാ ഞാൻ പറഞ്ഞ അങ്ങനെ റോൾസ് റോയ്സ് പോലുള്ള വലിയ കാറൊക്കെ നമ്മൾ മേടിക്കണമെങ്കിൽ നമുക്ക് ബിസിനസ് എത്രത്തോളം വലുതാണോ അത്രത്തോളം അതിൻ്റെ അകത്ത് ഏർണിങ്സ്. അതുപോലെയാണ് ഇവിടെ നമുക്ക് നമ്മുടെ ക്യാഷാണ് നമുക്ക് ക്യാഷ് ഉണ്ടാക്കി തരുന്നത്.
നമ്മൾ പറയും ഉറങ്ങുമ്പോഴും നമുക്ക് പൈസ വരണം. ആ ഉറങ്ങുമ്പോഴും പൈസ വരുന്നത് നമ്മൾ ട്രേഡർ ആയതുകൊണ്ടാണ്. അപ്പോൾ അവിടെ ഉറങ്ങുമ്പോൾ നമുക്ക് ക്യാഷ് വരണമെങ്കിൽ ഇപ്പുറത്തെ സൈഡിൽ നമ്മുടെ ഇൻസ്ട്രുമെന്റ് ക്യാഷ് തന്നെയാണ്, അത് നമ്മൾ ഇടണം. അപ്പം അത്രയും വലിയ ക്യാഷ് എക്സ്പെക്ട് ചെയ്യുന്നവർ അത്ര എമൗണ്ട് ഇടാൻ റെഡി ആയിട്ട് ഉള്ളവരായിരിക്കണം. റോൾസ് റോയ്സ് മേടിക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അയാളുടെ റോൾസ് റോയ്സ് മേടിക്കാനുള്ള അറ്റ്ലീസ്റ്റ് ഒരു 50% ക്യാഷ് ഉണ്ടാവണം. എന്നാൽ മാത്രമേ നമ്മൾ അതിനകത്തൊന്നും ഡബിൾ ആക്കി അല്ലെങ്കിൽ ട്രിപ്പിൾ ആക്കി എടുക്കുക. അതും വന്ന ഉടനെ നടക്കുന്ന കാര്യമില്ല. അതൊരു ഒരു വലിയൊരു ജേണിയാണ് ആക്ച്വലി. നമ്മളിപ്പോൾ ഡോക്ടർ ആവണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇന്ന് പോയിട്ട് എൻ്റെ 10 കോടി രൂപ ഉണ്ട് എനിക്ക് ഡോക്ടർ ആവണം, നടക്കുന്ന കാര്യമല്ല. ഞാൻ 5 വർഷം MBBS പഠിച്ച് പിന്നെ ഒരു 5 വർഷം എക്സ്പീരിയൻസ് ആണോ മൊത്തം. നമ്മൾ 10 വർഷത്തെ നമ്മുടെ ടൈം ഫ്രെയിം അവിടെ ഉണ്ട്. ട്രെയിനിങ്ങിനകത്ത് മാത്രം ആൾക്കാരുടെ കൺസെപ്റ്റ് എന്ന് വെച്ചാൽ വന്ന് 3 മാസം അല്ലെങ്കിൽ 4 മാസം കൊണ്ട് ഈ 10 വർഷം കൊണ്ട് ഒരാൾ എടുത്ത സ്കില്ലും അയാളുടെ എക്സ്പീരിയൻസും അയാൾ ഉണ്ടാക്കുന്ന പ്രോഫിറ്റും ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളൊരു മിസ്കൺസെപ്ഷൻ ആണ് ഏറ്റവും കൂടുതൽ ഉള്ളത്. ആക്ച്വലി ട്രേഡിംഗിൽ വരുമ്പോഴത്തേക്കും നമ്മൾ ഇടുന്ന എമൗണ്ടിന്റെ ക്യൂമുലേറ്റീവ് ബെനിഫിറ്റ് ആണ് കിട്ടുന്നത്. അത് നമുക്ക് റിട്ടേൺ എത്ര വേണമെന്ന് ശരിക്കും നമുക്ക് ആനുവലി 3 to 5% അല്ലെങ്കിൽ 10% ഒക്കെയാണ് നമുക്ക് ഒരു ഡീസന്റ് റിട്ടേൺ എന്ന് പറയുന്നത്. ആൾക്കാരുടെ വിചാരം എന്താണ്, എനിക്ക് 1 ലക്ഷം രൂപ ആയിട്ട് ഞാൻ ഡെയിലി 1 ലക്ഷം രൂപ ഉണ്ടാക്കാം എന്നുള്ളൊരു നെഗറ്റീവ് മൈൻഡ് സെറ്റ് ആണ്. പക്ഷെ അതിൽ തന്നെ മാന്യമായി ചോദിക്കുന്നുണ്ട്, ഉടനെ നാളെ തൊട്ട് വേണ്ട, ഒരു മാസം 2 ആക്ച്വലി എന്റെ സ്റ്റുഡൻസിൽ എനിക്കറിയാം, ഞാൻ എല്ലാവരും മോണിറ്റർ ചെയ്യാറുണ്ട്. എല്ലാ സ്റ്റുഡൻസിനെയും ഞാൻ മോണിറ്റർ ചെയ്യാറുണ്ട്. അവരുടെ ട്രേഡ്സ്, അവരുടെ ട്രാക്ക്, ഇതെല്ലാം എൻ്റെ കയ്യിലുണ്ട്. അപ്പം ഞാനിതിങ്ങനെ നോക്കുമ്പോഴേ എനിക്ക് മനസ്സിലാവും ഇന്ന സ്റ്റുഡൻറ്റ് ഒരു മന്തിൽ 50% പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ടാവണം. ഓക്കെ, അത് ഞാൻ കാണുന്നുണ്ട്. പക്ഷേ സ്റ്റിൽ അവൻ വീണ്ടും ട്രേഡ് ചെയ്യുന്നത് ഞാൻ കാണും. അപ്പം ഞാൻ അവനോട് ചോദിക്കും, നീ എന്തിനാ വീണ്ടും ട്രേഡ് ചെയ്യുന്നത്? അത് ട്രേഡ്സ് കിടക്കുമല്ലേ, നമുക്ക് എടുക്കാമല്ലോ. ആക്ച്വലി അവനത് കൺട്രോൾ ഇല്ല. മീൻസ് അവൻ ആ 50% സ്റ്റോപ്പ് ചെയ്യണം. 50 ഈസ് മോർ ഇനഫ് ആണ് ഒരു മന്തിൽ. അതാണ്. അപ്പം അത് ആ സ്റ്റോപ്പ് ചെയ്യാനുള്ള കൺട്രോൾ, വേർ ടു സ്റ്റോപ്പ്, അതാണ് അവർക്ക് അറിഞ്ഞാത്തത്. അത് അതിന്റെ ഒരു മോണിറ്ററിങ്ങും ഒരു റിമൈൻഡറും കൊടുക്കാറുണ്ട്. അത് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് കൊടുക്കാറുണ്ടോ അതോ? അതെന്റെ ഏജ് ഗ്രൂപ്പ് പോലെ. കാരണം നമുക്ക് ഒത്തിരിയും വലിയ ആൾക്കാർ എന്ന് പറഞ്ഞാൽ എന്നെക്കാട്ടി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ എൻ്റെ അകത്തുണ്ടാവും. അപ്പോൾ അവരെ അപ്രോച്ച് ചെയ്തിട്ട് ഞാനിങ്ങനെ പറയും, സർ അല്ലെങ്കിൽ മാഡം, ഇതിപ്പം നമ്മുടെ ഏറ്റവും വലിയ, അതായത് നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ ബാങ്ക് ഇൻട്രസ്റ്റ് റേറ്റ് ആണ് എല്ലാവരും ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് കാണുന്നത്. അപ്പം 7 to 8% ആണ് ഇയർലി ബാങ്ക് ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത്. അപ്പം 7 to 8% ഇയർലി കിട്ടുന്നിടത്ത് 1 മന്തിൽ 30-20 ഒക്കെ കിട്ടുമ്പോൾ അത് ആക്ച്വലി വിത്ത് ഡ്യൂ റെസ്പെക്ട് നമ്മളത് സ്റ്റോപ്പ് ചെയ്യണം എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ കോൺസെപ്റ്റ്. നമ്മൾ 2 വർഷത്തെ പൈസ നമുക്ക് അവിടെ വന്നു കഴിഞ്ഞു. പിന്നെയും നമ്മൾ എൻ്റെ ഫ്രണ്ടിനകത്ത് ഇരുന്ന് ഈ പൈസ നമ്മൾ പിന്നെ ഓവർ ട്രേഡ് ചെയ്യുമ്പോൾ നമ്മളെ കിട്ടുന്ന പ്രോഫിറ്റ് കുറയുകയാണ് ചെയ്യുന്നത്. ശരിക്കും നമുക്ക് ലോസ് ഉണ്ടാവും. അന്ന് വേറൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഓവർ ട്രേഡിങ്ങിലോട്ട് പോകുന്നതിൻ്റെ റീസൺ എന്ന് വെച്ചാൽ ആദ്യം എല്ലാം പ്രോഫിറ്റാണ്. അപ്പോൾ ഭയങ്കര കോൺഫിഡൻസ് കൂടും. അപ്പോൾ അവർ അതുവരെ എടുത്തതിൻ്റെ സൈക്കോളജി അവിടെ നഷ്ടപ്പെടും. ഞാൻ ഏതെടുത്താലും ഇത്രയും വലിയ പ്രോഫിറ്റ് വരുവാണല്ലോ. അപ്പം തൊട്ട് അവരുടെ ഇത് തുടങ്ങും, അവർ റോങ് ട്രേഡ്സ് എടുക്കാൻ തുടങ്ങും. അങ്ങനെയാണ് വന്ന പ്രോഫിറ്റ് പോകുന്നത്. അപ്പം നമ്മൾ അവിടെ സ്റ്റോപ്പ് ചെയ്യാൻ പറയും. നമ്മളെപ്പോഴും അത് പറയാറുണ്ട്. അതെ, ഒരു ഘട്ടം കഴിഞ്ഞാൽ ഇപ്പോൾ ഓൺലൈൻ ആയതുകൊണ്ട് നിങ്ങൾക്ക് ഈ പറയുന്ന കാര്യം പറ്റില്ലായിരിക്കും. രണ്ട് കൈയും പിടിച്ച് കെട്ടിയിടുന്ന അവസ്ഥയാണ്. ഞാൻ എല്ലായിടത്തും പറയും, നിങ്ങൾ എല്ലാവരും എന്നെക്കാട്ടിയും വലിയവരാണ്, മീൻസ് എന്നെക്കാട്ടിയും പ്രായം കൂടിയവരുണ്ട്. അപ്പം നിങ്ങളുടെ അടുത്ത് പറയുന്നതിന് എനിക്ക് ലിമിറ്റേഷൻസ് ഉണ്ട്. നിങ്ങളത് ഔചിത്യ ബോധത്തോടു കൂടി അത് സ്റ്റോപ്പ് ചെയ്യുവാണെങ്കിൽ വളരെ നല്ലത്. അതിന് എന്നോട് ചോദിക്കാറുണ്ട്, എത്രയാണ് മന്ത്ലി? ഞാൻ എന്ന് വെച്ചാൽ എൻ്റെ സ്റ്റുഡൻസ്, ഞങ്ങൾക്കൊരു ഗ്രൂപ്പുണ്ട്, സ്റ്റുഡൻസിൻ്റെ എൻ്റെ ഡിസ്കൗണ്ട് ഗ്രൂപ്പുണ്ട്. അതിൻ്റെ അകത്ത് എല്ലാ മന്തും എൻ്റെ പോർട്ട്ഫോളിയോ, അതായത് ഞാനും അരുണും ചെയ്യുന്ന പോർട്ട്ഫോളിയോ ഞങ്ങൾ ഇടാറുണ്ട്. മന്ത്ലി റിസൾട്ട് എന്ന് പറയുന്നത് അരുൺ ഇടുന്നതായിരിക്കില്ല എൻ്റെ പോർട്ട്ഫോളിയോ, അരുണിൻ്റെ ക്യാപിറ്റൽ ആയിരിക്കില്ല എൻ്റെ ക്യാപിറ്റൽ. അപ്പം ഞങ്ങളുടെ ക്യാപിറ്റൽ അനുസരിച്ചിട്ടുള്ള പ്രോഫിറ്റ് ആയിരിക്കും അവിടെ വരുന്നത്. അപ്പോൾ എന്നോട് ചോദിക്കുവാണെങ്കിൽ ഞാൻ കഴിഞ്ഞൊരു 3 വർഷമായിട്ട് മന്ത്ലി ഇൻട്രാഡേ ചെയ്യുമ്പോൾ, ഇൻട്രാഡേയിലാണ്, ഇൻവെസ്റ്റ്മെൻ്റ് അല്ല, ഇൻട്രാഡേയിൽ ഒരു 30% എൻ്റെ ക്യാപിറ്റലിൻ്റെ 30% കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ അവിടെ സ്റ്റോപ്പ്. എൻ്റെ ലിമിറ്റ് അതാണ്. അപ്പോൾ എന്നോട് വന്ന് ചോദിക്കുന്നത് 30 കിട്ടാറുള്ളൂ എന്നാണ് ചോദിക്കാറ്. എനിക്കത് മതി, എൻ്റെ സാറ്റിസ്ഫാക്ഷൻ അതാണ്. അത് തന്നെ ഞാൻ ഇയർലി നോക്കുവാണെങ്കിൽ എനിക്കത് ഫാർ മോർ ബെറ്റർ ആണ്. കാരണം ഞാനൊരു ടീച്ചർ ജോബിൽ നിന്ന് ക്വിറ്റ് ചെയ്തതാണ്. എൻ്റെ സാലറി എന്ന് പറയുന്നത് 22,000 ആയിരുന്നു. അപ്പോൾ ആ 22,000 നിന്നും ഇത് വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഫാർ ബെറ്ററാണ്. അതുകൊണ്ട് ഞാൻ സ്റ്റോപ്പ് ചെയ്യും. അപ്പോൾ എനിക്കറിയാം ഇതിവിടെ സ്റ്റോപ്പ് ചെയ്യണം. ഞാനത് സ്റ്റോപ്പ് ചെയ്യുന്നത് കൊണ്ടാണ് എല്ലാ മാസവും എനിക്കൊരു ഗ്രീൻ പോർട്ട്ഫോളിയോ കിട്ടാറുള്ളത്. കാരണം എൻ്റെ ഇൻകോ അതാണ്. എനിക്കത് റെഡായിട്ട് കാര്യമില്ല. നെക്സ്റ്റ് ട്രേഡ് ഇപ്പോൾ എത്ര വർഷമായി? ഞങ്ങൾ ഓൾമോസ്റ്റ് 5 years ആയി. നിങ്ങളുടെ രണ്ടുപേരും ക്യുമുലേറ്റീവ് ട്രേഡിംഗ് എക്സ്പീരിയൻസ് എത്രയാണ് ഈ ഒരു ഫീൽഡിൽ? ട്രേഡിംഗ് എക്സ്പീരിയൻസ് 5 ആണ്. ഞങ്ങൾ മീൻസ് ഞാൻ വർക്ക് ചെയ്തു, അരുണും ഞാനും വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോഴേ സ്റ്റാർട്ട് ചെയ്തു. ഞാൻ ഫസ്റ്റ് ജോബ് ക്വിറ്റ് ചെയ്തു.
ലേറ്റർ അരുൺ. ഓക്കെ, എന്തുകൊണ്ടാണ് അരുൺ മെന്ററിംഗിലേക്ക് കിടക്കാത്തത്? കാരണം ഇവിടെ ആവശ്യത്തിലധികം ടാസ്കുകൾ ചെയ്യാനുള്ളത് കൊണ്ടാണോ, അതോ പാഷൻ ഇദ്ദേഹത്തിന്റെ പാഷൻ ഇതായതുകൊണ്ട് കൊടുത്തേക്കുന്നതാണോ? ഇല്ല, രണ്ടും കൈൻഡ് ഓഫ്. പുള്ളിക്കാരുടെ പാഷൻ അതാണ്, എൻ്റെ പാഷൻ ബിസിനസ് ആണ്. ഓക്കെ. അപ്പോൾ മെന്ററിംഗ് എന്ന് പറയുന്ന ഒരു പ്രൊഫഷൻ ചൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പേഷ്യൻസ് എന്ന് പറയുന്ന സംഭവം വളരെയധികം വേണ്ടതാണ്. പ്രത്യേകിച്ച് ഈ ഒരു ട്രേഡിംഗ് അതിനകത്ത് വരുമ്പോൾ നോർമൽ ട്രേഡർ ആവണമെന്ന് തന്നെ പേഷ്യൻസ് ലെവൽ ഹൈ ആയിരിക്കണം. അതിൻ്റെ കൂടെ ട്രേഡിംഗ് മെന്റർ ആവണമെന്നുണ്ടെങ്കിൽ പേഷ്യൻസ് ലെവൽ ലൈക്ക് 200 to 300% വേണം. പിന്നെ അതിനൊരു സ്കില്ല് വേണം. എനിക്ക് മെന്ററിങ്ങിൻ്റെ സ്കില്ല് ഭയങ്കര കുറവാണ്. അതുകൊണ്ട് ഞങ്ങൾ വെൻ വി സ്റ്റാർട്ടഡ് നെക്സ്റ്റ് ഇയർ ഞാൻ പറഞ്ഞത് ഞാൻ ഒരിക്കലും മെന്ററിങ്ങിനകത്തോട്ട് വരത്തില്ല. പുള്ളിക്കാർ പറഞ്ഞു എനിക്കൊരിക്കലും ബിസിനസ്സിനകത്തോട്ട് വരണ്ട. അപ്പം അതുകൊണ്ട് കറക്റ്റായിട്ട് മാച്ചായി പോയി അത്. അപ്പോൾ എന്തായാലും ഈ 15 വയസ്സോട്ടുള്ള കുട്ടികളെ പല ഏജ് ഗ്രൂപ്പിലുള്ള മെന്റർ ചെയ്യാൻ തുടങ്ങുന്നത് അത്യാവശ്യം എക്സ്പീരിയൻസ് ഉള്ള ഒരു കേപ്പബിൾ ആയിട്ടുള്ള മെന്ററിനെ അതിന്റെ പറ്റിയ ആളുണ്ട്, ഡെവലപ്പ് ചെയ്യാൻ ഒരാൾ ഇവിടെ ഉണ്ട്. സോ ആ ഒരു നമ്മളിനി ഒരു മെന്റർ ആഡ് ചെയ്യണമെങ്കിൽ പോലും ഞങ്ങളൊരു സ്റ്റുഡന്റിനെ ആഡ് ചെയ്യത്തുള്ളൂ, അല്ലാതെ വേറൊരു പുറത്തുനിന്നൊരു മെന്ററിനെ ഞങ്ങൾ ആഡ് ചെയ്യില്ല. ഓക്കെ, എന്റെ അടുത്ത ചോദ്യം അതായിരുന്നു. ഇപ്പോൾ ഇതുവരെ ഇപ്പൊ എത്ര സ്റ്റുഡൻസ് ട്രെയിൻ ചെയ്തു? ഓൾമോസ്റ്റ് 250+ സ്റ്റുഡൻസ് ഉണ്ട്. അപ്പോൾ എന്റെ ചോദ്യം, ഇവർ വരുന്ന സ്റ്റുഡൻസ് ആയിട്ടായിരിക്കും, പക്ഷെ പോകുന്നത് അറ്റ്ലീസ്റ്റ് ഒരു ബിഗിനർ ലെവൽ ട്രേഡർ എന്നുള്ള രീതിയിൽ ട്രെയിനിങ് കഴിഞ്ഞിട്ട് അവർ ഓഫ് കോഴ്സ് നിങ്ങളുടെ അസിസ്റ്റൻസ് ഉണ്ടാവും. ഉണ്ടോ? നിങ്ങൾക്ക് ലൈഫ് ടൈം അസിസ്റ്റൻസ് ആണ് ഞങ്ങൾ കൊടുക്കുന്നത്. ലൈഫ് ടൈം സപ്പോർട്ട് ഉണ്ട്. ഫൈൻ. അപ്പോൾ അവർ ട്രേഡേഴ്സ് ആയിട്ടായിരിക്കും പോകുന്നത്. അപ്പോൾ എങ്ങനെയാണ് മീൻസ് ഇപ്പോൾ എടുത്ത് പറയാവുന്ന ഒരു സക്സസ് സ്റ്റോറി പോലെ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ട്? മീൻസ് ഇപ്പോൾ ഈ പറഞ്ഞ ഒരു പക്ഷേ അതിങ്ങനെ ഈ മൈൻഡ് സെറ്റ് വന്നത് ഒരു ഇപ്പൊ നിങ്ങൾ 250 കൂടുതൽ സ്റ്റുഡൻസിനെ ട്രെയിൻ ചെയ്തിട്ടുണ്ട്. ഈ വരുന്ന സ്റ്റുഡൻസ് എല്ലാം നിങ്ങളുടെ അടുത്ത് നിന്ന് പോകുമ്പോൾ ട്രെയിനിങ് കഴിയുമ്പോഴത്തേക്കും അറ്റ്ലീസ്റ്റ് ഒരു ബിഗിനർ ലെവൽ ട്രേഡർ ആയിട്ടായിരിക്കും പോകുന്നത്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് എടുത്ത് പറയുന്ന സക്സസ് സ്റ്റോറീസ് ഉണ്ടോ? സക്സസ് സ്റ്റോറീസ് ഞങ്ങളെ സ്റ്റുഡൻസിൽ തന്നെ എനിക്ക് ആദ്യമേ ഒരു 5 ക്ലാസ് കഴിയുമ്പോഴും മനസ്സിലാവും ഇവർ എവിടോട്ട് എത്തും എന്നുള്ളത്. അപ്പം ആക്ച്വലി അങ്ങനെയുള്ള സ്റ്റുഡൻസിനെയൊക്കെ ഞാൻ മോണിറ്റർ ചെയ്യാറുണ്ട്. കാരണം ഞങ്ങൾക്ക് ഒരു സ്റ്റെപ്പ് ഫ്രണ്ടിലോട്ട് വെക്കുമ്പോൾ ഞങ്ങൾക്ക് അത് അടുത്തൊരു ഗ്രോത്ത് ലെവൽ എന്ന് പറയുമ്പോൾ ഞങ്ങൾ എപ്പോഴും അതിൻ്റെ അകത്ത് നിന്നും ഒരാളെ പിക്ക് ചെയ്യാനേ നോക്കാറുള്ളൂ. അപ്പം ഇതിൻ്റെ അകത്ത് ജോലി റിസൈൻ ചെയ്ത്, അതായത് ഞങ്ങളടുത്ത് വന്നിട്ട് ട്രേഡ് ചെയ്ത് ജോലി റിസൈൻ ചെയ്തിട്ട് ഫുൾ ടൈം ട്രേഡർ ആയിട്ടുള്ളവരുണ്ട്. ഞങ്ങളെ കൂടെ തന്നെ നിന്ന് ഞങ്ങളോടൊപ്പം തന്നെ വളർന്ന 2-3 സ്റ്റുഡൻസ്, അതിപ്പോൾ നെക്സ്റ്റ് ട്രേഡിൻ്റെ തന്നെ ഭാഗമായിട്ട് നിൽക്കുന്ന സക്സസ് ആയിട്ടുള്ള കുറച്ച് സ്റ്റുഡൻസിനെ ഞങ്ങൾ ഹയർ ചെയ്തിട്ട് ഞങ്ങൾ തന്നെ അവർക്ക് ഒരു ഇൻകം ജനറേറ്റ് ചെയ്യാനായിട്ട് അതിൽ നിന്ന് തന്നെ, കാരണം എല്ലാവർക്കും ക്യാപിറ്റൽ ഉണ്ടാവില്ല, ക്യാപിറ്റൽ ഇല്ലാത്തവരുണ്ട്. അതൊന്നുകൂടി ഒന്ന് വ്യക്തമായിട്ട് പറയാം. നിങ്ങളുടെ നെക്സ്റ്റ് ഭാഗമായിട്ട് നിർത്തിയിട്ടുണ്ട് ഈ സ്റ്റുഡന്റ് ആയിട്ട് വന്നവരെ, അതൊന്നുകൂടി ഒന്ന്. അതായത് ഞങ്ങൾ ഹയർ ചെയ്തു, അതായത് ഞങ്ങളില്ലാത്ത സമയത്ത് മീൻസ് എനിക്ക് ബിസി ആയിട്ടുള്ള അല്ലെങ്കിൽ ബിസി ഷെഡ്യൂൾ ആയിട്ടുള്ള സമയങ്ങളിൽ സ്റ്റുഡൻസിനെ ഒന്ന് മെൻറ്റർ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ഞങ്ങളുടെ ഗ്രൂപ്പ് ഹാൻഡിൽ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ട്രേഡ്സ് ട്രിഗർ ചെയ്യാനായിട്ട്, ഇതിനൊക്കെ ആയിട്ട് ഞങ്ങൾ തന്നെ കൂടെയുള്ള നല്ല ക്യാപ്പബിലിറ്റി ഉള്ള സ്കില്ലുള്ള സ്റ്റുഡൻസിനെ ഞങ്ങൾ ഹയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർക്ക് അതിൽ നിന്നൊരു ഇൻകം കിട്ടും. ആ ഇൻകം വെച്ചിട്ട് അവർക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും. സോ ഒരുപാട് പേര് സ്റ്റുഡൻസ് നല്ല സ്കില്ലുണ്ട്, പക്ഷേ ക്യാപിറ്റൽ ഇഷ്യൂ അങ്ങനെയുള്ളവരുണ്ട്. അങ്ങനെ ഉള്ളവരെ ഞങ്ങൾ നമുക്ക് ഫോറക്സിൽ ഒരു ഫണ്ട് ചലഞ്ച് എന്ന് പറയുന്ന സംഭവമുണ്ട്. അപ്പോൾ അതായത് ഫണ്ട് നമുക്ക് ചലഞ്ചിൽ അക്സെപ്റ്റ് ചെയ്ത് ചലഞ്ച് പാസ്സായി കഴിഞ്ഞാൽ ഫണ്ട് ട്രേഡ് ചെയ്യാനായിട്ട് കിട്ടും. അപ്പോൾ അത് പാസ്സായി എടുത്ത് ഫണ്ടില്ലാതെ തന്നെ അങ്ങനെ പാസ്സായി എടുത്തിട്ട് ട്രേഡ് ചെയ്യുന്ന സ്റ്റുഡൻസ് ഉണ്ട് ഫുൾ ടൈം ആയിട്ട്. അത് IT ജോബ് ക്വിറ്റ് ചെയ്ത കുറച്ച് പേരുണ്ട്. അവരിപ്പോൾ ഫുൾ ടൈം ട്രേഡേഴ്സാണ്. അവരതിൽ സാറ്റിസ്ഫൈ ആയിട്ട് പോകും. ഒരുപാട് ട്രേഡേഴ്സിനെ ഇപ്പോൾ നിങ്ങൾ സ്കില്ലുള്ള ട്രേഡേഴ്സിനെ കണ്ടിട്ടുണ്ട്, അതുപോലെ തന്നെ സ്റ്റുഡൻസ് ആയിട്ട് വന്നേക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഈ സ്വന്തം പോർട്ട്ഫോളിയോ വരേക്ക് മാനേജ് ചെയ്യാത്ത ട്രേഡേഴ്സിനെ വെച്ച് നോക്കുമ്പോൾ എല്ലാ മറ്റ് സക്സസ്ഫുൾ ട്രേഡേഴ്സിന് വേണ്ട നമ്പർ 1 സ്കിൽ എന്താണ്? ഡിസിപ്ലിൻ, പേഷ്യൻസ്. 2 സ്കില്ലുണ്ട്. പേഷ്യൻസ് ആണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഒരു ട്രേഡ് ചിലർക്ക് അതിൻ്റെ അകത്ത് ഇങ്ങനെ ഇരുന്ന് നോക്കാനുള്ള ഒരു മനസ്സ് പോലും ഇല്ല. പെട്ടെന്ന് കാര്യം കഴിയണം. 5 മിനിറ്റ് 2 മിനിറ്റിൽ കാര്യം കഴിഞ്ഞാൽ അത്രയും നല്ലത്. നമ്മളൊരു ട്രേഡ്, എന്നെ സംബന്ധിച്ച് ഞാനൊരു ട്രേഡ് പ്ലാൻ ചെയ്തിടും. ചിലപ്പോൾ ആ പ്ലാൻ ചെയ്തിടുന്ന എൻ്റെ ട്രേഡ് ആ രീതിക്ക് എത്തുന്നത് ചിലപ്പോൾ 2 ഡേയ്സ് കഴിഞ്ഞിട്ടായിരിക്കും. ആ 2 ഡേയ്സ് വരെ ഞാൻ വെയിറ്റ് ചെയ്യും. ആ പേഷ്യൻസോടെ വെയിറ്റ് ചെയ്തിട്ടായിരിക്കും ഞാൻ ആ ട്രേഡ് ട്രിഗർ ചെയ്യാറ്. പക്ഷെ ഇവർക്ക് അങ്ങനെ പേഷ്യൻസോടെ വെയിറ്റ് ചെയ്ത് 1 മിനിറ്റ് സ്കാൽപ്പിംഗ് അങ്ങനെ പെട്ടെന്ന് ഇൻസ്റ്റന്റ് ആയിട്ട് കാര്യം കഴിഞ്ഞിട്ട് പോകണം. അങ്ങനെ ഒരു പേഷ്യൻസ് ഇല്ലായ്മ വളരെ പ്രശ്നമാണ്. പിന്നെ ഡിസിപ്ലിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന പോർട്ട്ഫോളിയോ നമുക്കൊരു ഡെഡ് ലൈൻ വേണം. എൻ്റെ ക്യാപിറ്റൽ ഇതാണ്, ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് എന്താണ്, അതായത് എൻ്റെ സ്കില്ല് വെച്ചിട്ട് എനിക്ക് ഇതിൻ്റെ ലിമിറ്റ് എവിടെയാണ് എന്ന് നമ്മൾ തന്നെ സ്വയം മനസ്സിലാക്കി അതോടെ ഒരു ഫുൾ സ്റ്റോപ്പ് ഇടണം. എങ്കിലേ നമുക്കത് കറക്റ്റായിട്ടൊരു, ഞാൻ എല്ലായിടത്തും പറയും, നിങ്ങളൊരു ഡെഡ് ലൈൻ വെക്കണം. നിങ്ങളുടെ
പ്രോഫിറ്റ് അല്ലെങ്കിൽ പോർട്ട്ഫോളിയോക്ക് ഒരു ഡെഡ് ലൈൻ വെക്കണം. പിന്നെ ഒരിക്കലും ക്യാഷ് നോക്കരുത്, അതായത് എത്ര രൂപ കിട്ടിയെന്നല്ല. അരുൺ, ഞാനും ഇടാറുണ്ട് പോർട്ട്ഫോളിയോസ്, എൻ്റെ അരുണ്ടതും ഗ്രൂപ്പിൽ, അതായത് നമ്മുടെ സ്റ്റുഡൻസ് ഗ്രൂപ്പിൽ ഇടാറുണ്ട്. അപ്പോൾ എല്ലാവരും ചോദിക്കും അരുൺ ബ്രോയ്ക്ക് ഇത്രയും പ്രോഫിറ്റ്, എന്നെ ആമി എന്നാണ് സ്റ്റുഡൻസ് വിളിക്കുന്നത്, ആമിക്ക് ഇത്രയും പ്രോഫിറ്റ് വൈ എന്ന് ചോദിക്കാറുണ്ട്. ഞാൻ പറഞ്ഞ് അരുൺ എടുക്കുന്നതും ഞാൻ എടുക്കുന്നതും സെയിം ട്രേഡ് ആയിരിക്കും. ഓക്കെ, ഞങ്ങൾ രണ്ടൊരു പെർസെൻറ്റേജും സെയിം ആയിരിക്കും. അതായത് അരുൺ 1 lakh ഇട്ടിട്ട് 10,000 എടുക്കുന്നതും ഞാൻ 50,000 ഇട്ടിട്ട് 5,000 എടുക്കുന്നതും സെയിം എഫക്റ്റ് ആണ്, ബിക്കോസ് ഓഫ് ദ പെർസെൻറ്റേജ്. അത് ക്യാഷ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴാണ് 10,000 രൂപ പ്രോഫിറ്റ് 5,000 രൂപ പ്രോഫിറ്റ് എന്ന് കാണുന്നത്. പക്ഷേ പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ വി ജസ്റ്റ് മെയ്ഡ് ബോത്ത് സെയിം പെർസെൻറ്റേജസ് 10. അതാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ട്രേഡർ എപ്പോഴും. അല്ല, ഡിസിപ്ലിനും പേഷ്യൻസും വേണമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും മെജോറിറ്റി ട്രേഡിങ്ങിൽ ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ ആയിരിക്കും. ട്രേഡിങ് ചെയ്യുന്നവർ ഒരു ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട് എന്ന് പറഞ്ഞൊരു ഇതുണ്ട്. അതായത് ഇപ്പോൾ നമുക്ക് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ലിമിറ്റ് വെച്ചതിന് അതിന് ശേഷം പ്രോഫിറ്റ് വരുമ്പോൾ എനിക്ക് കിട്ടിയില്ലെങ്കിലോ ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട്. അതുപോലെ തന്നെ പാനിക് സെല്ലിങ്ങും പാനിക് സെല്ലിംഗ്. അപ്പോൾ ഇതെല്ലാം ഈ മൈൻഡ് സെറ്റ് ട്രെയിനിങ്ങിൽ വരുന്നതാണ്. അപ്പോൾ അതിനൊക്കെ എങ്ങനെയാണ് കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്നത്? അത് നമുക്ക് ആദ്യമേ മെൻറ്റർ ചെയ്യുമ്പോഴേ മനസ്സിലാവും. അപ്പം ഞാൻ ഇവരുടെ പോർട്ട്ഫോളിയോ ട്രാക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ എനിക്കറിയാം ഇവർ എത്ര പേര് പാനിക് സെല്ലിംഗ് ചെയ്യാറുണ്ട്. SL നന്നായിട്ട് കീപ്പ് ചെയ്യും, താഴോട്ട് ഇറങ്ങിയാൽ അവർ സ്റ്റോപ്പ് ലോസ് നന്നായിട്ട് കീപ്പ് ചെയ്യും, കറക്റ്റാಗಿ കീപ്പ് ചെയ്യും സ്റ്റോപ്പ് ലോസ്. പക്ഷേ പ്രോഫിറ്റ്, അതായത് ടാർഗറ്റ്സ് കറക്റ്റായി കീപ്പ് ചെയ്യാറില്ല. അതൊരു നെഗറ്റിവിറ്റിയാണ്. കാരണം സ്റ്റോപ്പ് ലോസ് കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യും, ടാർഗറ്റ്സ് കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാതിരിക്കുകയും ചെയ്താൽ തന്നെ അവരുടെ പോർട്ട്ഫോളിയോ നെഗറ്റീവാണ്. കാരണം നമ്മളെപ്പോഴും നമ്മളൊരു ട്രേഡിൽ ഇറങ്ങുമ്പം അതിനൊരു ടാർഗറ്റ് ഉണ്ടാവും, ഒരു സ്റ്റോപ്പ് ലോസ് ഉണ്ടാവും. അത് കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റണം. അങ്ങനെയുള്ള പാനിക് സെല്ലിംഗ് അടിക്കുന്ന സ്റ്റുഡൻസിനെയൊക്കെ ഞാൻ സോർട്ട് ഔട്ട് ചെയ്യാറുണ്ട്. എന്നിട്ട് അവർക്ക് സെപ്പറേറ്റ് ഞാൻ ഒരു ക്ലാസ്, അതായത് ക്ലാസ് കഴിഞ്ഞവരായിരിക്കും, ഞാൻ ക്ലാസ് കഴിഞ്ഞവരെയും ഇതേപോലെ എവിടെയെങ്കിലും അവർ മിസ് ഔട്ട് ആയിക്കഴിഞ്ഞാൽ ഞാനൊരു സെഷൻ വെക്കാറുണ്ട് അവർക്ക്. അവരുടെ ഒരു സൈക്കോളജി സെറ്റ് ആവാത്തത് കൊണ്ട് ഇങ്ങനെ കണ്ടോ ഞാൻ ഈ ട്രേഡ് എടുത്തു, അവർ വരയ്ക്കുന്നതും ഞാൻ വരയ്ക്കുന്നതും സെയിം ആണെന്ന് അവരെ തന്നെ ബോധ്യപ്പെടുത്താനായിട്ട് ഞാനൊരു സെഷൻ വരയ്ക്കും. അപ്പോൾ അവർക്ക് മനസ്സിലാവും സെയിം അതെൻ്റെ പ്രശ്നമാണ്, അപ്പോൾ അവരുടെ പ്രശ്നമാണെന്ന് അവരെ കൊണ്ട് തന്നെ അത് മനസ്സിലാക്കിക്കാം. ഓക്കെ, അത് ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ ലൈഫ് ടൈം സപ്പോർട്ടിന്റെ ഭാഗമായിട്ടാണ് നർച്ചർ ചെയ്ത് പോകുന്നതാണ് അല്ലേ?